വെൽക്കം ടു സ്വിസ് യാത്രകൾ. സ്വിസ് യാത്രകളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കമ്പനി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കമ്പനി എത്തണം. ഇപ്പം പുലർച്ചെ 4:15 കേട്ടോ സമയം. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് കാണാം. അങ്ങനെ 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളവിടെ എത്തിയിട്ടോ. നമ്മൾ ചെന്നപ്പോഴത്തേക്കും ബസ്സൊക്കെ അവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഈ കാർ 2 എന്ന് എഴുതിയേക്കുന്ന ബസ്സില്ലേ, ഇതാണ് നമുക്കുണ്ടായിരുന്ന ബസ്. ടോട്ടൽ 2 ബസ്സാണ് കേട്ടോ പോവാനുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ബസ്സിലാണ്. അങ്ങനെ 5:15 ആയപ്പോഴത്തേക്കും ബസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് പോണേന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല അല്ലേ. നമ്മളിന്ന് പോകുന്നത് യൂറോപ്പ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീംഡ് പാർക്കിലോട്ടാണ്. ഇതുള്ളത് ജർമ്മനിയിലാണ് കേട്ടോ. ഒരു 95 ഹെക്ടർ സ്ഥലത്തുള്ള ഒരു തീം പാർക്കാണിത്, യൂറോപ്പ പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അതായത് എല്ലാ യൂറോപ്യൻ കൺട്രീസിൻ്റെയും ഒരു പാവലിയൻ പോലെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എല്ലാ യൂറോപ്യൻ കൺട്രീസും ഈ ഒരു യൂറോപ്പ പാർക്കിൽ പോയാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇങ്ങോട്ടൊരു 3 മണിക്കൂർ സമയം ആവശ്യമുണ്ട് കേട്ടോ, യാത്രയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു 8:45 ആയപ്പോഴത്തേക്കും ഇവിടെ എത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ബസ്സിൽ വെച്ചിട്ട് തന്നെ കഴിച്ചേ. പാർക്കിങ്ങിൽ നിന്നും കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ അതിനകത്തോട്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഇവരിങ്ങനെ ട്രയൽ ചെയ്ത് നോക്കില്ല, ആൾക്കാരെ കയറ്റിനേക്കാൻ മുമ്പ് അത് ഈ റൈഡിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഏതൊക്കെ റൈഡുകൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് വരുന്നതെന്നുള്ള ബോർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഫസ്റ്റ് കയറിയത് ഇതിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ പോകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് പാർക്കിൻ്റെ കുറേ പാർട്സ് കാണാൻ പറ്റുമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കയറിയത് ഇതിലാണ് കേട്ടോ. ഇത് യൂറോ ടവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൽ നമ്മൾ കയറി കഴിയുമ്പോൾ ഇത് നേരെ മുകളിലോട്ട് കൊണ്ടുപോകും. അത് കഴിയുമ്പോൾ നമുക്ക് ഫുൾ സ്ഥലങ്ങൾ, ഈ പാർക്ക് ഫുൾ ജർമ്മനിയുടെ കുറച്ച് പാർട്സൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല ഹൈറ്റിലാണ് ഇത് പോകുന്നത്. അങ്ങനെ ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എല്ലാ റൈഡ്സും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല സൂപ്പർ വ്യൂ അല്ല, വീടുകളൊക്കെ നോക്കി പുറത്തുനിന്ന് കാണുന്നത് നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ടവർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ പാർക്കിൽ ഏറ്റവും നീളം കൂടിയ റൈഡ് ഇതായിരുന്നു കേട്ടോ. അതുപോലെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഈ റൈഡ്. അടിപൊളിയായിരുന്നു. ഇതൊരു വാട്ടർ റൈഡ് ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഈ റൈഡിൽ കൂടെ പോയിട്ട് നേരെ വെള്ളത്തിലോട്ട് വന്ന് വീഴില്ലേ, ആ റൈഡായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ കുറേ ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ.
അപ്പോൾ നമുക്ക് പറ്റുന്ന കുറച്ച് വിഷ്വൽസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഈ റൈഡിൽ കയറിയപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ചൊക്കെ നനഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വിശന്നു. അങ്ങനെ പിന്നെ നമ്മൾ പോയിട്ട് നേരെ ഫുഡ് കഴിച്ചു. ഈ യൂറോപ്പ പാർക്കിൽ ഏറ്റവും അടിപൊളി റൈഡ് ഇതായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ് ഇതായിരുന്നേ. നമ്മൾ തല കുത്തി മറിച്ചിട്ടിട്ടാണ് ഈ റൈഡ് കൊണ്ടുപോകുന്നത്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഈ റൈഡ്. പക്ഷെ നമുക്ക് അതിൽ കയറിയിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ കുറേ തലകുത്തിമറിയലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളോർത്ത് കുറച്ച് ശാന്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു റൈഡിൽ കയറാൻ ഓർത്തു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞാനും അമ്മും കൂടെ ഒരു കുഞ്ഞൊരു ബോട്ടിൽ വന്ന് കയറിയതാണിത്. അപ്പോൾ ചില റൈഡ്സിലൊന്നും അമ്മുവിനെ കയറ്റിണ്ടായില്ല, ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മു എൻ്റെ കൂടെ ആയിരിക്കും. ഇപ്പോൾ ഷീച്ചേട്ടൻ പോയി കയറും. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി കയറും. അങ്ങനെയാണ് അമ്മുവിന് കയറാൻ പറ്റാത്ത റൈഡ്സിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടായത്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ കാർസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മൂനത് ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് ആൾ ഭയങ്കര സന്തോഷത്തിലാണ്, ഒറ്റയ്ക്ക് കാർ ഓടിക്കാനുള്ള സന്തോഷത്തിൽ. പക്ഷേ നന്നായി ഡ്രൈവ് ചെയ്തു കേട്ടോ. ഇതേ ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ കാറൊക്കെ ഓടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പി അയാൾ കാർ ഓടിക്കാൻ പറ്റിയതിൽ. പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് പല ടൈമിങ്ങിൽ ഇങ്ങനത്തെ കുറേ സ്റ്റേജ് ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഏത് തീം പാർക്കിൽ പോയാലും വെയിറ്റിംഗ് അവേഴ്സ് അല്ലേ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. ഏത് റൈഡിൽ കയറണമെങ്കിലും നമ്മൾ മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. ഇവിടെയും സെയിം തന്നെ കേട്ടോ. ഒരു 30 to 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ റൈഡിലും കയറുന്നത്. 2016 എന്ത് ബെസ്റ്റ് റൈഡ്സിനുള്ള അവാർഡൊക്കെ കിട്ടിയൊരു റൈഡാണ് ഇതെന്ന് അവരവിടെ അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഈ റൈഡ് നല്ല സൂപ്പറായിരുന്നേ. ഈ യൂറോപ്പ പാർക്ക് നല്ല അടിപൊളി പാർക്കായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ പാർക്കായിരുന്നു. ഒരുപാട് റൈഡ്സ് ഉണ്ട് കേട്ടോ. 100+ റൈഡ്സ് ഉണ്ട് ഇവിടെ. പക്ഷെ നമുക്ക് എല്ലാത്തിനും വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് ഫോണ് അലൗഡാണ്, യൂസ് ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറേയൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ പാർക്ക് ഇരിക്കുന്ന സ്ഥലം ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കാണുന്നില്ലേ നിങ്ങളിത്? അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള റിവേഴ്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. അതുപോലെ നല്ല ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാർക്കാണ് കേട്ടോ ഇത്. നമ്മൾ പോയ സമയത്ത് അധികം തണുപ്പും ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ചൂടും ഉണ്ടായിരുന്നില്ല, നല്ല ക്ലൈമറ്റും ആയിരുന്നു. അവിടെ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട് ഈ ദിവസം നല്ല അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ഇത്. ഇവിടെ തീരത്ത് വന്നിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുറേ നേരം നമ്മൾ ഇരുന്നായിരുന്നേ. ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് ഭയങ്കര പീസ്ഫുൾ മൈൻഡായിട്ട് നമുക്കിവിടെ ഇരിക്കാൻ സൂപ്പറായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ട്രെയിൻ പോകുന്നത് കണ്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു മെട്രോയും ഉണ്ട് കേട്ടോ. അതിൽ പോവുകയാണെങ്കിൽ പാർക്ക് ഫുൾ നമുക്ക് ചുറ്റി കറങ്ങി കാണാൻ പറ്റുമായിരുന്നു ആ മെട്രോയിൽ. അതുപോലെ കുറച്ച് ബോട്ട് റൈഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു 2 ദിവസം വന്ന് സ്പെൻഡ് ചെയ്യാനുള്ള അത്ര റൈഡുകളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്, ക്യാമ്പിങ്ങിനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഇവിടെ വന്നാൽ. അപ്പോൾ 2 ദിവസം നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്പേസ് ഉള്ളൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ നമുക്ക് 6 മണി വരെയാണ് നമുക്ക് സമയം തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ 6 മണിയാകുമ്പോൾ തിരിച്ച് ബസ്സിൽ വരണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാ റൈഡുകളിലും കയറി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ സീനറി നോക്കി എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട്. ഈ ബോട്ടും അതുപോലെ തന്നെ മുകളിൽ കൂടെ ഒരു മെട്രോ പോകുന്നതും താഴെ വെള്ളവും എന്തൊരു രസമല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് നടക്കാനുണ്ട്, പക്ഷെ എന്നാലും ആ നടക്കുന്നതിൻ്റെ ഒരു മടുപ്പൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.